ഓം ശാന്തി. 19/6/26 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബ് പറയുന്നു, മധുരമായ കുട്ടികളെ, ശിവബാബയ്ക്ക് നിങ്ങളുടെ പുഷ്പങ്ങളും മറ്റും സ്വീകരിക്കുവാൻ സാധിക്കില്ല. കാരണം ബാബ പൂജ്യനും പൂജാരിയും ആകുന്നില്ല. നിങ്ങളും സംഗമത്തിൽ പുഷ്പഹാരം അണിയരുത്. ചോദ്യം: ഭാവിയിലെ രാജ്യസിംഹാസനത്തിന്റെ അധികാരി ആരാണാകുന്നത്? ഉത്തരം: ആരാണോ ഇപ്പോൾ മാതാപിതാക്കളുടെ ഹൃദയ സിംഹാസനത്തെ ജയിക്കുന്നവർ, അവർ തന്നെയാണ് ഭാവിയിൽ സിംഹാസനസ്ഥർ ആകുന്നത്. അത്ഭുതം തന്നെ, കുട്ടികൾ മാതാപിതാക്കളുടെ മേലും വിജയം നേടുന്നു. പ്രയത്നിച്ച് മാതാപിതാക്കളെക്കാൾ മുന്നിൽ പോകുന്നു. ഗീതം: ആകാശ സിംഹാസനം ഉപേക്ഷിക്കൂ. ഓം ശാന്തി. മധുരമധുരമായ സിഖിലതെ കുട്ടികൾ ഗീതം കേട്ടു. ഈ ഗീതത്തിലൂടെ സർവവ്യാപി എന്ന ജ്ഞാനം ഇല്ലാതാകുന്നു. ഓർമ്മിക്കുന്നുണ്ട്, ഇപ്പോൾ ഭാരതം വളരെ ദുഃഖിയാണ്. ഡ്രാമയനുസരിച്ച് ഈ എല്ലാ ഗീതവും ഉണ്ടായിരിക്കുന്നു. ലോകത്തുള്ളവർ അറിയുന്നില്ല. ബാബ വരുന്നത് പതിതരെ പാവനമാക്കുവാനും ദുഃഖിതരെ ദുഃഖത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്ത് സുഖം നൽകുവാനുമാണ്. അതേ ബാബ വന്നു കഴിഞ്ഞു എന്ന് കുട്ടികൾ അറിഞ്ഞു. കുട്ടികൾക്ക് തിരിച്ചറിവ് ലഭിച്ചു. സ്വയം ഇരുന്ന് പറഞ്ഞു തരുന്നു, ഞാൻ സാധാരണ ശരീരത്തിൽ പ്രവേശിച്ച് മുഴുവൻ സൃഷ്ടിയുടെയും ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യം കേൾപ്പിക്കുന്നു. സൃഷ്ടി ഒന്നു തന്നെയാണ്, കേവലം പുതിയതും പഴയതും ആകുന്നു. ശരീരം കുട്ടിക്കാലത്ത് പുതിയതായിരിക്കും, പിന്നീട് പഴയതാകുന്നു. പുതിയ ശരീരവും പഴയ ശരീരവും രണ്ട് ശരീരം എന്ന് പറയില്ല, ഒന്ന് തന്നെയാണ്. കേവലം പുതിയതിൽ നിന്നും പഴയതാകുന്നു. അതേപോലെ ലോകവും ഒന്ന് തന്നെയാണ്, പുതിയതിൽ നിന്നും ഇപ്പോൾ പഴയതാകുന്നു. പുതിയത് എപ്പോഴാണ് ഉണ്ടായിരുന്നത്? ഇത് പിന്നെ ആർക്കും പറയുവാൻ സാധിക്കില്ല. ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾ എപ്പോഴാണോ പുതിയ ലോകത്തായിരുന്നത്, അപ്പോൾ ഭാരതം പുതിയതായിരുന്നു. സത്യയുഗം എന്ന് പറഞ്ഞിരുന്നു. അതേ ഭാരതം പിന്നെ പഴയതായിരിക്കുന്നു. ഇതിനെ പഴയത് ഓൾഡ് വേൾഡ് എന്ന് പറയുന്നു. ന്യൂ വേൾഡിൽ നിന്നും പിന്നെ ഓൾഡ് ആയിരിക്കുന്നു. വീണ്ടും അതിന് ന്യൂ തീർച്ചയായും ആകേണ്ടതുണ്ട്. കുട്ടികൾ പുതിയ ലോകത്തിന്റെ സാക്ഷാത്കാരം കണ്ടു. ശരി, ആ പുതിയ ലോകത്തിന്റെ അധികാരികൾ ആരായിരുന്നു? തീർച്ചയായും ഈ ലക്ഷ്മി നാരായണനായിരുന്നു. ആദി സനാതന ദേവി ദേവതമാർ ആ ലോകത്തിന്റെ അധികാരികൾ ആയിരുന്നു. ഇത് ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ പറയുന്നു, ഇപ്പോൾ നിരന്തരം ഇത് ഓർമ്മിക്കൂ. ബാബ പരംധാമത്തിൽ നിന്നും നമ്മളെ പഠിപ്പിക്കുവാനായി, രാജയോഗം പഠിപ്പിക്കുവാനായി വന്നിരിക്കുകയാണ്. മഹിമ മുഴുവൻ ആ ഒന്നിൻ്റേതാണ്. ഇദ്ദേഹത്തിന് മഹിമയൊന്നുമില്ല. ഈ സമയം എല്ലാവരും തുച്ഛബുദ്ധിയാണ്, ഒന്നും മനസ്സിലാക്കുന്നില്ല. അതിനാൽ ഞാൻ വരുന്നു. അപ്പോഴാണല്ലോ ഗീതയും മറ്റും ഉണ്ടാക്കപ്പെട്ടത്. സർവവ്യാപി എന്ന ജ്ഞാനം ഇല്ലാതാകുന്നു. ഓരോരുത്തർക്കും അവരവരുടേതായ പാർട്ടുണ്ട്. ബാബ വീണ്ടും വീണ്ടും പറയുന്നു, ദേഹാഭിമാനം ഉപേക്ഷിച്ച് നിങ്ങൾ ആത്മാഭിമാനിയാകൂ. ഓർഗൻസിലൂടെ ശിക്ഷണം ധാരണ ചെയ്യൂ. ഈ ബാബയെ നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും കാണുന്നു. എന്നാൽ ശിവ് ബാബയെ ഓർമ്മിക്കൂ. ശിവ് ബാബ തന്നെയാണ് സർവ്വതും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കൂ. ബ്രഹ്മാവല്ല. ഇദ്ദേഹത്തിന്റെ രൂപമാണ് ഈ കണ്ണുകളിലൂടെ കാണപ്പെടുന്നത്. നിങ്ങളുടെ ബുദ്ധി ശിവബാബയുടെ നേർക്ക് പോകേണ്ടതാണ്. ശിവബാബ ഇല്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആത്മാവും ഇദ്ദേഹത്തിന്റെ ശരീരവും ഒരു ഉപയോഗവും ഇല്ലാത്തതാകുന്നു. എല്ലായ്പ്പോഴും മനസ്സിലാക്കൂ, ഇദ്ദേഹത്തിൽ ശിവബാബയുണ്ട്. ആ ഒന്ന് ഇദ്ദേഹത്തിലൂടെ പഠിപ്പിക്കുന്നു. ഇദ്ദേഹം നിങ്ങളുടെ ടീച്ചറല്ല. സുപ്രീം ടീച്ചർ ആ ഒന്നാണ്. ഓർമ്മിക്കേണ്ടത് ആ ഒന്നിനെയാണ്. ഒരിക്കലും ശരീരത്തെ ഓർമ്മിക്കുവാൻ പാടില്ല. ബുദ്ധിയോഗം ബാബയുമായി ചേർക്കണം.
വീണ്ടും വന്ന് ജ്ഞാനയോഗം പഠിപ്പിക്കൂ എന്ന് കുട്ടികൾ ഓർമ്മിക്കുന്നു. പരംപിത പരമാത്മാവിനല്ലാതെ മറ്റാർക്കും രാജയോഗം പഠിപ്പിക്കുവാൻ സാധിക്കില്ല. ആ ഒന്ന് ഇരുന്ന് ഗീതാജ്ഞാനം കേൾപ്പിക്കുന്നു എന്നത് കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. പിന്നീട് ഈ നോളജ് പ്രായേണ ലോപിക്കുന്നു. അവിടെ ആവശ്യമില്ല. രാജധാനി സ്ഥാപിതമാകുന്നു, സദ്ഗതി ഉണ്ടാകുന്നു. ജ്ഞാനം നൽകപ്പെടുന്നത് ദുർഗതിയിൽ നിന്നും സദ്ഗതി ഉണ്ടാകുവാനാണ്. ബാക്കി അതെല്ലാം ഭക്തി മാർഗത്തിലെ കാര്യങ്ങളാണ്. മനുഷ്യർ ജപം, തപം, ദാനം, പുണ്യം തുടങ്ങി എന്തെല്ലാം ചെയ്യുന്നുവോ എല്ലാം ഭക്തി മാർഗത്തിലെ കാര്യങ്ങളാണ്. ഇതിലൂടെ എന്നെ ആർക്കും ലഭിക്കുകയില്ല. ആത്മാവിന്റെ ചിറക് മുറിഞ്ഞുപോയി, കല്ല് ബുദ്ധിയായിപ്പോയി. കല്ലിൽ നിന്നും വീണ്ടും പവിഴമാക്കുവാൻ എനിക്ക് വരേണ്ടി വരുന്നു. ബാബ പറയുന്നു, ഇപ്പോൾ എത്ര മനുഷ്യരുണ്ട്? കടുകിൻ മണിയെ പോലെ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എല്ലാം സമാപ്തമാകാൻ പോകുന്നു. സത്യയുഗത്തിൽ ഇത്രയും മനുഷ്യരുണ്ടായിരിക്കില്ല. പുതിയ ലോകത്തിൽ വൈഭവങ്ങൾ വളരെ അധികമുണ്ട്, മനുഷ്യർ കുറവായിരിക്കും. ഇവിടെയാണെങ്കിൽ ഇത്രയും മനുഷ്യരുണ്ട്, ഭക്ഷിക്കുവാൻ പോലും ലഭിക്കുന്നില്ല. പഴയ തരിശു ഭൂമിയാണ്, വീണ്ടും പുതിയതായി മാറും. അവിടെ എല്ലാം പുതിയതാണ്, എവ്രിതിങ് ന്യൂ. പേര് തന്നെ എത്ര മധുരമാണ്. ഹെവൻ, ബഹിഷ്ത്, ദേവതമാരുടെ പുതിയ ലോകം. പഴയതിനെ ഇല്ലാതാക്കി പുതിയതിൽ ഇരിക്കാൻ ആഗ്രഹം തോന്നുന്നുവല്ലോ. ഇപ്പോൾ പുതിയ ലോകമാകുന്ന സ്വർഗത്തിലേക്ക് പോകുന്നതിൻ്റെ കാര്യമാണ്. ഇതിൽ പഴയ ശരീരത്തിന് ഒരു വാല്യൂവുമില്ല. ശിവബാബയ്ക്കാണെങ്കിൽ ശരീരമേ ഇല്ല. ബാബയെ ഹാരമണിയിക്കട്ടെ എന്ന് കുട്ടികൾ പറയുന്നു. എന്നാൽ ഈ ഒന്നിനെ ഹാരമണിയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയോഗം ഇതിലേക്ക് പോകും. ശിവബാബ പറയുന്നു, ഹാരത്തിന്റെ ആവശ്യമില്ല, നിങ്ങൾ തന്നെയാണ് പൂജ്യരാകുന്നത്. പൂജാരിയും നിങ്ങളാണാകുന്നത്. താങ്കൾ തന്നെ പൂജ്യനും താങ്കൾ തന്നെ പൂജാരിയും. തൻ്റെ തന്നെ ചിത്രത്തെ പൂജിക്കാൻ തുടങ്ങുന്നു. ബാബ പറയുന്നു, ഞാൻ പൂജ്യനാകുന്നില്ല. പുഷ്പങ്ങളുടെയോ മറ്റോ ആവശ്യമില്ല. ഞാൻ എന്തിന് ഇതണിയണം? അതിനാൽ ഒരിക്കലും പുഷ്പമാല സ്വീകരിക്കുന്നില്ല. നിങ്ങളാണ് പൂജ്യരാകുന്നത്. പിന്നെ എത്ര വേണമോ അത്രയും പൂക്കൾ അണിയണം. ഞാനാകട്ടെ നിങ്ങൾ കുട്ടികളുടെ മോസ്റ്റ് ഒബീഡിയന്റ് ഫാദറുമാണ്, ടീച്ചറുമാണ്, സെർവൻറ്റുമാണ്. വലിയ വലിയ റോയൽ വ്യക്തികൾ താഴെ ഒപ്പിടുമ്പോൾ മിന്റോ കർസൺ എന്നെഴുതുന്നു. മിന്റോ കർസൺ പഴയ വൈസ്രോയിമാരാണ്. സ്വയം ലോർഡ് എന്നൊരിക്കലും എഴുതുന്നില്ല. ഇവിടെയാണെങ്കിൽ ശ്രീ ലക്ഷ്മി നാരായണൻ, ശ്രീ ഇന്നയാൾ എന്ന് പൂർണ്ണമായും ശ്രീ എന്ന വാക്കു ചേർക്കുന്നു. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ഇപ്പോൾ ഈ ശരീരത്തെ ഓർമ്മിക്കാതിരിക്കൂ. സ്വയം ആത്മാവാണ് എന്ന നിശ്ചയം വരുത്തൂ. ബാബയെ ഓർമ്മിക്കൂ. ഈ പഴയ ലോകത്തിൽ ആത്മാവും ശരീരവും രണ്ടും പതീതമാണ്. സ്വർണം 9 കാരറ്റ് ആയിരിക്കുമെങ്കിൽ ആഭരണവും 9 കാരറ്റ് ആണ്. സ്വർണത്തിൽ തന്നെയാണ് കലർപ്പ് ചേരുന്നത്. ആത്മാവിനെ ഒരിക്കലും നിർലേപം എന്ന് മനസ്സിലാക്കുവാൻ പാടില്ല. ഈ ജ്ഞാനം നിങ്ങൾക്ക് ഇപ്പോഴാണ് ഉള്ളത്. നിങ്ങൾ 21 ജന്മത്തേക്ക്, അരക്കൽപ്പത്തേക്ക് പ്രാപ്തി നേടുന്നു. അപ്പോൾ എത്ര പുരുഷാർത്ഥം ചെയ്യേണ്ടതാണ്. എന്നാൽ കുട്ടികൾ ഓരോ നിമിഷവും മറന്നു പോകുന്നു. ശിവബാബ ബ്രഹ്മാവിലൂടെ നമുക്ക് ശിക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു. ബ്രഹ്മാവിന്റെ ആത്മാവും ആ ഒന്നിനെ ഓർമ്മിക്കുന്നു. ബ്രഹ്മ, വിഷ്ണു, ശങ്കർ സൂക്ഷ്മവതനവാസിയാണ്. ബാബ ആദ്യം സൂക്ഷ്മ സൃഷ്ടി രചിക്കുന്നു. നിർവാണധാമം ഉയർന്നതിലും ഉയർന്ന ധാമമാണ്. ആത്മാക്കളുടെ നിർവാണധാമം ഏറ്റവും ഉയർന്നതാണ്. ഒരു ഭഗവാനെ എല്ലാ ഭക്തരും ഓർമ്മിക്കുന്നു, എന്നാൽ തമോ പ്രധാനമായിരിക്കുന്നു. അപ്പോൾ ബാബയെ മറന്ന് കല്ലും മൺകട്ടയും എല്ലാത്തിൻ്റെയും പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം എന്തെല്ലാം നടക്കുന്നു. ഡ്രാമ ഷൂട്ടായിക്കൊണ്ടിരിക്കുന്നു. ഡ്രാമയിൽ ഒരു തവണ ഏതൊരു ഷൂട്ടിംഗ് ആണോ നടക്കുന്നത്,
ഇടയിൽ ഒരു പക്ഷിയോ മറ്റോ പറക്കുന്നു എന്ന് വിചാരിക്കൂ. അതുതന്നെ അടിക്കടി റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. പക്ഷി പറന്നു, ഷൂട്ടായി, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ ഡ്രാമയും ഓരോ സെക്കൻഡും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും, ഷൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. നിങ്ങൾ ആക്ടേഴ്സാണ്. മുഴുവൻ ഡ്രാമയെയും സാക്ഷിയായി നോക്കുന്നു. ഓരോരോ സെക്കൻഡും ഡ്രാമ അനുസരിച്ച് കടന്നു പോകുന്നു. ഇല അനങ്ങി, ഡ്രാമ കടന്നുപോയി. ഓരോ ഇലയും ഭഗവാന്റെ ആജ്ഞയിലൂടെ അല്ല ചലിക്കുന്നത്. അങ്ങനെയല്ല. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയതാണ്. ഇതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടി വരും. ബാബ തന്നെ വന്ന് രാജയോഗം പഠിപ്പിക്കുന്നു, ഡ്രാമയുടെ നോളജും നൽകുന്നു. ചിത്രവും എത്ര നന്നായി ഉണ്ടാക്കിയിരിക്കുന്നു. സംഗമത്തിൽ ക്ലോക്കിന്റെ സൂചിയും ഘടിപ്പിച്ചിരിക്കുന്നു. കലിയുഗത്തിന്റെ അന്ത്യത്തിന്റെയും സത്യയുഗത്തിന്റെ ആദിയുടെയും സംഗമമാണ്. ഇപ്പോൾ പഴയ ലോകത്തിൽ അനേകം ധർമ്മങ്ങളുണ്ട്. പുതിയ ലോകത്തിൽ ഇതുണ്ടായിരിക്കില്ല. കുട്ടികളായ നിങ്ങൾ എല്ലായ്പ്പോഴും ഇങ്ങനെ മനസ്സിലാക്കണം, നമ്മളെ ബാബയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ ഗോഡ്ലി സ്റ്റുഡൻസ് ആണ്. ഭഗവാൻ ഉവാച, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റുന്നു. രാജാക്കന്മാരും ലക്ഷ്മി നാരായണനെ പൂജിക്കുന്നു. അവരെ പൂജ്യരാക്കുന്നവൻ ഞാനാണ്. ആരാണോ പൂജ്യനായിരുന്നത് അവരിപ്പോൾ പൂജാരിയായിരിക്കുന്നു. കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, നമ്മൾ തന്നെയാണ് പൂജ്യനായിരുന്നത്, പിന്നെ നമ്മൾ തന്നെ പൂജാരിയായി. ബാബ ആകുന്നില്ല. ബാബ പറയുന്നു, ഞാൻ പൂജാരിയുമല്ല, ഞാൻ പൂജ്യനാകുന്നുമില്ല. അതിനാൽ ഞാൻ ഹാരം അണിയുന്നില്ല, അണിയിക്കേണ്ടിയും വരുന്നില്ല. പിന്നെ ഞാൻ എന്തിന് പുഷ്പങ്ങൾ സ്വീകരിക്കണം? നിങ്ങൾക്കും സ്വീകരിക്കുവാനാവില്ല. നിയമമനുസരിച്ച് അത് ദേവതമാരുടെ അവകാശമാണ്. അവരുടെ ആത്മാവും ശരീരവും പവിത്രമാണ്. അവരാണ് പുഷ്പങ്ങൾക്ക് അവകാശിയായവർ. അവിടെ സ്വർഗത്തിലാണെങ്കിൽ സുഗന്ധ പുഷ്പങ്ങളുണ്ട്. പുഷ്പങ്ങൾ ഉള്ളത് തന്നെ സുഗന്ധത്തിന് വേണ്ടിയാണ്, അണിയുന്നതിന് വേണ്ടിയുമുണ്ട്. ബാബ പറയുന്നു, ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ വിഷ്ണുവിൻ്റെ കഴുത്തിലെ ഹാരമാകുന്നു. നമ്പർ വൈസായി നിങ്ങൾക്ക് സിംഹാസനത്തിൽ ഇരിക്കണം. ആര് എത്ര കഴിഞ്ഞ കൽപ്പത്തിൽ പുരുഷാർത്ഥം ചെയ്തോ അത് ഇപ്പോൾ ചെയ്യുന്നു, ചെയ്യാനും തുടങ്ങും. നമ്പർ വൈസാണ്. ഇന്ന കുട്ടി വളരെ സർവീസബിൾ ആണ് എന്ന് ബുദ്ധി പറയുന്നു. ഒരു കടയിലാണെങ്കിൽ ചിലർ സേട്ടാകുന്നു, പാർട്ട്ണറാകുന്നു, മാനേജറാകുന്നു. താഴെ ഉള്ളവർക്കും ലിഫ്റ്റ് ലഭിക്കുന്നു. ഇതും അങ്ങനെ തന്നെയാണ്. കുട്ടികളായ നിങ്ങൾക്കും മാതാപിതാക്കളുടെ മേൽ ജയം നേടേണ്ടതുണ്ട്. നിങ്ങൾ അത്ഭുതപ്പെടുന്നു, മാതാപിതാക്കളെക്കാൾ എങ്ങനെ മുന്നിൽ പോകാൻ സാധിക്കും? ബാബ കുട്ടികളുടെ കാര്യത്തിൽ പ്രയത്നിച്ച് യോഗ്യരാക്കി മാറ്റുന്നു, സിംഹാസനസ്ഥർ ആക്കുന്നതിനായി. അതിനാൽ പറയുന്നു, ഇപ്പോൾ എൻ്റെ ഹൃദയമാകുന്ന സിംഹാസനത്തിൻ്റെ മേൽ ജയം നേടുന്നതിലൂടെ ഭാവിയിൽ സിംഹാസനസ്ഥരാകും. നരനിൽ നിന്നും നാരായണൻ ആകും വിധം അത്രയും പുരുഷാർത്ഥം ചെയ്യൂ. എയിം ഓബ്ജക്റ്റ് മുഖ്യമായി ഒന്ന് തന്നെയാണ്. പിന്നെ കിങ്ഡം സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. അതിൽ വെറൈറ്റി പദവിയുണ്ട്. നിങ്ങൾക്ക് മായയെ ജയിക്കുന്നതിൻ്റെ പരിപൂർണ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. കുട്ടികളെയും മറ്റും സ്നേഹത്തോടെ കൊണ്ടുപോകൂ, എന്നാൽ ട്രസ്റ്റിയായിരിക്കൂ. ഭക്തിമാർഗത്തിലും ഇങ്ങനെ പറയുമായിരുന്നല്ലോ, പ്രഭു ഇതെല്ലാം അങ്ങ് നൽകിയതാണ്, അങ്ങയുടെ സ്വത്ത് അങ്ങ് തന്നെ തിരിച്ചെടുത്തു. ശരി, പിന്നെ കരയേണ്ട കാര്യമേ ഇല്ല. എന്നാൽ ഇതാണെങ്കിൽ കരയുന്നതിൻ്റെ ലോകമാണ്. മനുഷ്യർ കഥകൾ വളരെയധികം കേൾപ്പിക്കുന്നു. മോഹജീത് രാജാവിൻ്റെ കഥയും കേൾപ്പിക്കുന്നു. പിന്നെ ദുഃഖമൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു ശരീരം ഉപേക്ഷിച്ചു പോയി മറ്റൊന്നെടുത്തു. അവിടെ ഒരിക്കലും ഒരു രോഗവും മറ്റും ഉണ്ടാകുന്നില്ല. എവർ ഹെൽത്തി, നിരോഗി ശരീരമായിരിക്കും 21 ജന്മത്തേക്ക്. കുട്ടികൾക്ക് എല്ലാ സാക്ഷാത്കാരവും ഉണ്ടാകുന്നു. അവിടെയുള്ള ആചാര രീതികൾ എങ്ങനെ നടക്കുമോ, എന്ത് ഡ്രസ്സ് അണിയുമോ, സ്വയംവരവും മറ്റും എങ്ങനെ നടക്കുന്നു,
എല്ലാം കുട്ടികൾ സാക്ഷാത്കാരം കണ്ടു. ആ പാർട്ടെല്ലാം കഴിഞ്ഞുപോയി. ആ സമയം ഇത്രയും ജ്ഞാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ദിനം പ്രതിദിനം കുട്ടികളായ നിങ്ങളിൽ വളരെ ശക്തി വന്നുകൊണ്ടിരിക്കുന്നു. ഇതും എല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. വണ്ടറാണല്ലോ. പരംപിത പരമാത്മാവിന് എത്ര വലിയ പാർട്ടാണ്. സ്വയം ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഭക്തിമാർഗത്തിലും മുകളിൽ ഇരുന്നു കൊണ്ട് എത്ര കാര്യങ്ങൾ ചെയ്യുന്നു. താഴെയാണെങ്കിൽ കൽപ്പത്തിൽ ഒരു തവണ വരുന്നു. നിരാകാരന്റെ പൂജാരിമാരും വളരെ ഉണ്ട്. എന്നാൽ നിരാകാരനായ പരമാത്മാവ് എങ്ങനെയാണ് വന്ന് പഠിപ്പിക്കുന്നത്? ഈ കാര്യം മറച്ചു കളഞ്ഞു. ഗീതയിലും കൃഷ്ണന്റെ നാമം വെച്ചു. അപ്പോൾ നിരാകാരനോടുള്ള പ്രീതി തന്നെ മുറിഞ്ഞുപോയി. പരമാത്മാവ് തന്നെയാണ് വന്ന് ഈ സഹജയോഗം പഠിപ്പിച്ചത്, ലോകത്തെ പരിവർത്തനപ്പെടുത്തിയത്. ലോകം മാറിക്കൊണ്ടിരിക്കുന്നു, യുഗങ്ങൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഡ്രാമയുടെ ചക്രത്തെയും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. മനുഷ്യർക്ക് ഒന്നും അറിയില്ല. സത്യുഗത്തിലെ ദേവതമാർക്ക് പോലും അറിയില്ല. കേവലം ദേവതമാരുടെ അടയാളങ്ങൾ അവശേഷിച്ചിരിക്കുന്നു. അപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, എല്ലായ്പ്പോഴും ഇങ്ങനെ മനസ്സിലാക്കൂ, നമ്മൾ ശിവബാബയുടേതാണ്. ശിവബാബയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ശിവബാബ ഈ ബ്രഹ്മാവിലൂടെ എപ്പോഴും ശിക്ഷണങ്ങൾ നൽകുന്നു. ശിവബാബയുടെ ഓർമ്മയിൽ പിന്നെ വളരെയധികം രസം വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഗോഡ് ഫാദർ ആരാണ്? ആ ഒന്ന് ഫാദറുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. പല പിതാക്കന്മാരും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ തീർച്ചയായും പറയും, ഇതെന്റെ അച്ഛനുമാണ്, ടീച്ചറുമാണ്. എന്നാൽ ആ അച്ഛൻ ഗുരുവും ആയിരിക്കുക അതുണ്ടാകുന്നില്ല. ടീച്ചർ ആയേക്കാം. ഫാദറിനെ ഒരിക്കലും ഗുരു എന്ന് പറയില്ല. ഇദ്ദേഹത്തിന്റെ, അതായത് ബ്രഹ്മബാബയുടെ ഫാദർ ടീച്ചറുമായിരുന്നു, പഠിപ്പിച്ചിരുന്നു. അതാണ് പരിധിയുള്ള ഫാദറും ടീച്ചറും. ഇതാണ് പരിധിയില്ലാത്ത ഫാദറും ടീച്ചറും. നിങ്ങളും സ്വയം ഗോഡ്ലി സ്റ്റുഡൻ്റ് ആണ് എന്ന് മനസ്സിലാക്കൂ. എങ്കിലും ആഹാ സൗഭാഗ്യം, ഗോഡ് ഫാദറാണ് പഠിപ്പിക്കുന്നത്. എത്ര ക്ലിയർ ആണ്. അപ്പോൾ എത്ര മധുരമായ ബാബയാണ്. മധുരമായ വസ്തുവിനെ ഓർമ്മിക്കാറുണ്ട്. പ്രിയതമനും പ്രിയതമയ്ക്കും സ്നേഹമുണ്ടായിരിക്കുന്നത് പോലെ അവരുടേത് വികാരത്തിന് വേണ്ടിയുള്ള സ്നേഹമല്ല, അന്യോന്യം നോക്കിക്കൊണ്ടിരിക്കുന്നു, അത്രമാത്രം. നിങ്ങളുടേതാണെങ്കിൽ പരമാത്മാവാകുന്ന ബാബയുമായി ആത്മാക്കളുടെ യോഗമാണ്. ആത്മാവ് പറയുന്നു, ബാബ എത്ര ജ്ഞാനത്തിന്റെ സാഗരമാണ്, സ്നേഹത്തിന്റെ സാഗരമാണ്. ഈ പതീത ലോകത്തിൽ, പതീത ശരീരത്തിൽ വന്ന് നമ്മളെ എത്ര ഉയർന്നവരാക്കുന്നു. മനുഷ്യനിൽ നിന്നും ദേവതയാക്കി, ഒട്ടും കാലതാമസമില്ലാതെ എന്ന് മഹിമയുമുണ്ട്. സെക്കൻഡിൽ വൈകുണ്ഠത്തിൽ പോകുന്നു, സെക്കൻഡിൽ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നു. ഇതാണ് എയിം ഒബ്ജക്റ്റ്. അതിനുവേണ്ടി പഠിക്കേണ്ടത് ആവശ്യമാണ്. വിസർജം വീണ വസ്ത്രം കഴുകി എന്ന് ഗുരു നാനാക്കും പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്യം സോപ്പാണല്ലോ. ബാബ പറയുന്നു, ഞാൻ എത്ര നല്ല അലക്കുകാരനാണ്. നിങ്ങളുടെ വസ്ത്രം, നിങ്ങളുടെ ആത്മാവും ശരീരവും എത്ര ശുദ്ധമാക്കി മാറ്റുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ ഒരിക്കലും ഓർമ്മിക്കേണ്ടതില്ല. ഈ മുഴുവൻ കാര്യവും ശിവബാബയുടേതാണ്. ആ ഒന്നിനെ തന്നെ ഓർമ്മിക്കൂ. ഇദ്ദേഹത്തെക്കാൾ മധുരം ആ ഒന്നാണ്. ആത്മാവിനോട് പറയുന്നു, നിങ്ങൾക്ക് ഈ കണ്ണുകളിലൂടെ ഈ ബ്രഹ്മാവിന്റെ രഥമാണ് കാണപ്പെടുന്നത്. എന്നാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ശിവബാബയെയാണ്. ശിവബാബ ഇദ്ദേഹത്തിലൂടെ നിങ്ങളെ കൗടിയിൽ നിന്നും വജ്രതുല്യം ആക്കിക്കൊണ്ടിരിക്കുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാപിതാ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയുടെ ഹൃദയമാകുന്ന സിംഹാസനത്തിന്മേൽ ജയം നേടുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. കുടുംബത്തിൽ ട്രസ്റ്റിയായിരുന്ന് സ്നേഹത്തോടെ എല്ലാവരെയും കൊണ്ടുപോകണം. മോഹജീത് ആകണം. യോഗബലത്തിലൂടെ ആത്മാവിനെ സ്വച്ഛമാക്കി മാറ്റണം. ഈ കണ്ണുകളിലൂടെ സർവ്വതും കാണുമ്പോഴും
ഒരു ബാബയെ ഓർമ്മിക്കണം. ഇവിടെ പുഷ്പാഹാരം സ്വീകരിക്കാതെ സുഗന്ധമുള്ള പുഷ്പമായി മാറണം. വരദാനം: പ്രാപ്തിയുടെ ഇച്ഛയെ ത്യാഗം ചെയ്ത് നല്ല പുരുഷാർത്ഥം ചെയ്യുന്ന ശ്രേഷ്ഠ പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. ആരാണോ പുരുഷാർത്ഥത്തിൻ്റെ പ്രാപ്തി അനുഭവിക്കാനുള്ള ഇച്ഛ വയ്ക്കാത്തത് അവരെയാണ് ശ്രേഷ്ഠ പുരുഷാർത്ഥി എന്ന് പറയുന്നത്. എവിടെ ഇച്ഛയുണ്ടോ അവിടെ സ്വച്ഛത സമാപ്തമാകുന്നു, ചിന്താകുലരായി മാറുന്നു. ആരാണോ ഇവിടെ തന്നെ പ്രാപ്തി അനുഭവിക്കാനുള്ള ഇച്ഛ വയ്ക്കുന്നത് അവർ തൻ്റെ ഭാവിയിലെ സമ്പാദ്യം ശേഖരിക്കപ്പെടുന്നതിൽ കുറവ് വരുത്തുന്നു. അതിനാൽ ഇച്ഛ എന്നതിന് പകരം അച്ഛ എന്ന വാക്ക് ഓർമ്മിക്കൂ. ശ്രേഷ്ഠ പുരുഷാർത്ഥി സദാ ഫ്ലോലെസ്, കുറ്റമറ്റത് ആകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഒരു കാര്യത്തിലും ഫെയിൽ ആകുന്നില്ല. സ്ലോഗൻ: സാധനങ്ങളെ കമല പുഷ്പ സമ്മാനമായി യൂസ് ചെയ്യൂ. കാരണം ഇവ താങ്കളുടെ കർമ്മയോഗത്തിൻ്റെ ഫലമാണ്. അവ്യക്ത സൂചന: സദാ ഹർഷിതമായി ഇരിക്കുന്നതിനായി തൻ്റെ നേച്ചർ സരളമാക്കൂ, സഹനശീലരാകൂ. സർവസ്വ ത്യാഗികളായ കുട്ടികളിൽ മുഖ്യമായും സരളതയുടെയും സഹനശീലതയുടെയും ഗുണം തീർച്ചയായും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾ സ്വയം ഹർഷിതരായി ഇരിക്കുന്നു, സർവരെയും ആകർഷിക്കുന്നു. അവർ പരസ്പരം സ്നേഹിയായി മാറുന്നു. അഥവാ സരളത ഇല്ലെങ്കിൽ സ്നേഹവും ഉണ്ടായിരിക്കുക സാധ്യമല്ല. ഏതുപോലെ സാകാര രൂപത്തിൽ, അതായത് ബ്രഹ്മബാബയിൽ കണ്ടിട്ടുണ്ട്. എത്രത്തോളം നോളജ്ഫുൾ അത്രയും തന്നെ സരള സ്വഭാവം. മുതിർന്നവരോട് മുതിർന്നവരെ പോലെ, കുട്ടികളോട് കുട്ടികളെ പോലെ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. യോഗേശ്വരനായ ബാബ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആദി വരദാനമായി നൽകിയ യോഗീ ഭവ പവിത്ര ഭവ എന്ന വരദാനത്തെ ഞാൻ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. എൻ്റെ ആത്മസ്വരൂപത്തിൻ്റെ വാസ്തവിക അവസ്ഥയായ പവിത്രതയുടെ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ പവിത്രതയാകുന്ന സ്വധർമ്മത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്വരൂപം സ്വാഭാവികമായി ശാന്തവും സുഖമയവുമായി മാറുന്നു. എൻ്റെ അനാദി സ്വരൂപം പവിത്രതയുടെയാണ്. ആ പരമ പവിത്ര സ്ഥിതി അനുഭവിക്കുന്നതിന് ഓർമ്മയുടെ യാത്രയിലൂടെ ഞാൻ പരമധാമത്തിൽ എത്തിച്ചേരുന്നു. ഈ പവിത്ര സ്വരൂപ അവസ്ഥയിൽ എൻ്റെ ആത്മഗ്രഹത്തിൽ
ശിവബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്നു. പവിത്രതയുടെ മഹാസാഗരമായ ശിവബാബയിൽ നിന്നും പവിത്രതയുടെ ദിവ്യ പ്രകാശകിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പവിത്രതയുടെ ശക്തി നിറയുന്നു. പവിത്രതയുടെ തിളക്കം വർദ്ധിക്കുന്നു. പരമാത്മാവിൻ്റെ പരമപവിത്ര പ്രഭാവലയത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ എന്നിൽ സ്വാഭാവികമായി മധുരതയുടെ ഗുണം ധാരണയാകുന്നു. സത്യതയുടെ ഗുണം ധാരണയാകുന്നു. വിനയം ധാരണയാകുന്നു. സന്തുഷ്ടത ധാരണയാകുന്നു. ഈ പവിത്ര അവസ്ഥയിൽ ഞാൻ പവിത്രതയുടെ ലൈറ്റ് ഹൗസായി വിശ്വത്തിലേക്ക് പവിത്രതയുടെ വൈബ്രേഷൻസ് വ്യാപിപ്പിക്കുന്നു. പരിധിയില്ലാത്ത ബാബയുടെ ഓർമ്മയിൽ ഈ ഉയർന്ന പവിത്ര സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ സഹജമായി സഹോദരഭാവം നിലനിർത്തുവാൻ കഴിയുന്നു. എൻ്റെ വാക്കിൽ മധുരതയും സത്യതയും നിലനിർത്തുവാൻ എനിക്ക് സാധിക്കുന്നു. എൻ്റെ കർമ്മത്തിൽ വിനയവും സന്തുഷ്ടതയും നിലനിർത്തുവാൻ എനിക്ക് കഴിയുന്നു. സർവ പ്രാപ്തികളുടെയും ആധാരമായ ഈ മഹാശക്തിയെ ഞാൻ ബാബയുടെ ഓർമ്മയാകുന്ന ഛത്രഛായയിൽ ഇരുന്ന് ദൃഢതാപൂർവം നിലനിർത്തും.